ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും, അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും, അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ മലയാള സിനിമയാണ്. നമ്മുടെ ജയറാമേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നമ്മുടെ മമ്മൂക്ക ക്യാമിയോ റോളിലെത്തിയ സിനിമയായിരുന്നു എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ. ഈ വർഷത്തെ ആദ്യത്തെ വിജയം സമ്മാനിച്ച സിനിമയായിരുന്നു. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. 5 ഭാഷകളിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. മലയാളം അടക്കം 5 ഭാഷകളിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. മറക്കുമ നെഞ്ചം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 19-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമയായിരുന്നു. പക്ഷേ ഇന്നാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. ആമസോൺ പ്രൈം, ടെൻറ്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിലായിട്ട് തമിഴ് ഭാഷയിലാണ് ഈ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. പാം റോയൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് സീരീസ് ആണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സീരീസ് ആപ്പിൾ TV+ലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസ് തന്നെയാണ്. ഒരു ആനിമേഷൻ, ആക്ഷൻ ആൻഡ് അഡ്വഞ്ചർ, സയൻസ് ഫിക്ഷൻ, ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. X-Men 97 എന്ന സീരീസ്. ഈ ഒരു സീരീസും ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഈ 4 റിലീസുകളാണ് ഇന്നിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ, സീരീസുകളൊക്കെ അതൊക്കെ നോക്കാം. അതിലൊന്നാമത്തത് ഒരു ഡ്രാമ, മിസ്റ്ററി, സയൻസ് ഫിക്ഷൻ, ഫാന്റസി വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. 3 ബോഡി പ്രോബ്ലം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നാളെ ഉച്ചയോടുകൂടി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഹിന്ദി മൂവിയാണ്. വേ വദൻ മേരെ വദൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സാറ അലി ഖാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഹിന്ദി ഭാഷ കൂടാതെ മറ്റു ഭാഷകളും റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. റോഡ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈം വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഹിന്ദിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമ. സിദ്ധാർത്ഥന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു. ഹൃതിക് റോഷനും ദീപിക പദുക്കോണുമാണ് ഈ സിനിമ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്ന സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷേ തിയേറ്ററിൽ വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷയിൽ ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷകളും റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇന്ന് ഏതെങ്കിലും സിനിമ, ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈമിൽ ഏതെങ്കിലും സിനിമകൾ സർപ്രൈസ് റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സാധാരണ അങ്ങനെ സിനിമകൾ വരാറുണ്ട്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ചിലപ്പോൾ ഏതെങ്കിലും മലയാള സിനിമയോ തമിഴ് സിനിമയോ ഹിന്ദി സിനിമയോ പിന്നെ സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെ നോക്കാം. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ് ഇന്നിപ്പോൾ പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റാഹേൽ മകൻ കോരാറിന മലയാള സിനിമയുടെ അപ്ഡേറ്റ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിരുന്നു. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം 28-ാം തീയതി ആണെന്നുള്ളത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഒഫീഷ്യലായി ഡേറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. മാർച്ച് മാസം 27-ാം തീയതിയാണ്. ഒരു ദിവസം മുമ്പേ ഈ സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതാണ്. ഞാൻ 28-ാം തീയതി ആയിരുന്നു ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളതും. കൂടാതെ ഇന്നിപ്പോൾ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്, ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റിലേക്ക് സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സിനിമയ്ക്കാണ് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ അഞ്ചക്കള്ളക്കൊക്കെ എന്ന സിനിമ തിയേറ്ററിൽ കണ്ടു. സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.